നമസ്കാരം. ക്ഷേത്ര പൂജാരിക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി ഇന്ത്യൻ വംശജയായ നടിയും ടെലിവിഷൻ അവതാരകയുമായ ലിഷാലിനി കനാരൻ. മലേഷ്യയിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ ഇന്ത്യക്കാരനായ പൂജാരിക്കെതിരെയാണ് പരാതി. അതിക്രമം നടത്തിയെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അനുഗ്രഹം നൽകാനെന്ന വ്യാജേനയാണ് പൂജാരി സ്വകാര്യ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും കടന്നുപിടിക്കുകയും ചെയ്തതെന്ന് നടി ആരോപിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധജലം എന്ന് അവകാശപ്പെട്ട ദ്രാവകം ശരീരത്തിലേക്ക് തളിച്ച ശേഷമായിരുന്നു അതിക്രമം. സെബാങ്ങിലെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സംഭവമെന്നും പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നു. ജൂൺ 21-ന് സെബാങ്ങിലെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. അമ്മ ഇന്ത്യയിലായിരുന്നതിനാൽ താൻ ഒറ്റയ്ക്കാണ് ദർശനം നടത്തിയിരുന്നെന്ന് ലിഷാലിനി പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നു. ക്ഷേത്ര ദർശനത്തിനിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ഷേത്രത്തിലെ പൂജാരിയാണ് നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നും അതിനാൽ തന്നെ പൂജാരിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാറുണ്ടെന്നും അവർ പറഞ്ഞു. താൻ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് പൂജാരി സമീപത്തെത്തുകയും ദിവ്യജലം തളിക്കുകയും പൂജിച്ച് ചരട് നൽകുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം ചെന്നു കാണാൻ പൂജാരി ആവശ്യപ്പെട്ടതായി നടി പറയുന്നു. പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയ ശേഷം അനുഗ്രഹത്തിനായി സ്വകാര്യ ഓഫീസിലേക്ക് തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടതായും നടി പറയുന്നു. അപ്പോഴേക്കും ക്ഷേത്ര ദർശനത്തിനെത്തിയ മറ്റുള്ളവർ പോയി കഴിഞ്ഞിരുന്നു. പ്രാർത്ഥനകൾ പൂർത്തിയാക്കി ഏകദേശം 90 മിനിറ്റുകൾ കഴിഞ്ഞാണ് പൂജാരി വീണ്ടും സമീപിക്കുന്നത്. ഓഫീസിനുള്ളിലെത്തിയപ്പോൾ പുരോഹിതൻ പുഷ്പസത്ത് എന്ന് വിശേഷിപ്പിച്ച് ശക്തമായ മണമുള്ള ഒരു ദ്രാവകം ജലത്തിലേക്ക് ഒഴിച്ചു. അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും സാധാരണക്കാർക്ക് നൽകുന്നതല്ലെന്നും പറഞ്ഞു. ശേഷം ശരീരത്തിൽ തളിക്കാൻ തുടങ്ങി. രൂക്ഷഗന്ധമുള്ള ദ്രാവകം വീണതോടെ കണ്ണുകൾ നീറുകയും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായി. ഈ അവസരത്തിൽ ഇയാൾ വസ്ത്രം അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. വിസമ്മതിച്ചതോടെ ശകാരിക്കാൻ തുടങ്ങുകയും പിന്നിലൂടെ ബ്ലൗസിലും അടിവസ്ത്രത്തിലും കൈവെക്കുകയും ചെയ്തു. ശരീരത്തിൽ മുറുക്കി പിടിച്ച ഇയാൾ വഴങ്ങിക്കൊടുത്താൽ അനുഗ്രഹം ലഭിക്കുമെന്ന് പറഞ്ഞതായി നടി വെളിപ്പെടുത്തി. ഇയാളുടെ പ്രവൃത്തി തെറ്റാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും ആ സമയത്ത് തനിക്ക് അനങ്ങാനോ സംസാരിക്കാനോ കഴിയാതെ മരവിച്ചു പോയെന്നും അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ലെന്നും നടി പറഞ്ഞു. ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് നടന്നതുകൊണ്ടായിരിക്കാം തനിക്ക് പ്രതികരിക്കാനാകാത്തത്. തനിക്കുണ്ടായ ദുരനുഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് പുറത്തു കടക്കാൻ ദിവസങ്ങളെടുത്തുമെന്നും ലിഷാലിനി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ നിന്ന് അമ്മ മടങ്ങി വന്ന ശേഷം നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അമ്മ കുടുംബത്തിലെ മറ്റുള്ളവരെ വിവരം അറിയിച്ചു. തുടർന്ന് ജൂലൈ 4-ന് പോലീസിൽ പരാതി നൽകുമായിരുന്നു. ക്ഷേത്രത്തിലെ സ്ഥിരം പുരോഹിതൻ വിദേശത്തായതിനാൽ താൽക്കാലികമായി ആ സ്ഥാനം വഹിച്ചിരുന്ന ആളാണ് നടിയോട് മോശമായി പെരുമാറിയതെന്ന് സെബാങ് പോലീസ് മേധാവി നോഹൈസാം ബഹാമൻ പറഞ്ഞു. വിവരം ആരോ പൂജാരിയെ അറിയിച്ചതായും ഇയാൾ നാടുവിട്ടതായും പോലീസ് പറഞ്ഞു. പൂജാരിക്ക് വേണ്ടി മലേഷ്യൻ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് വിവരം. 2021-ലെ മിസ് ഗ്രാൻഡ് മലേഷ്യ പട്ടം നേടിയ താരം കൂടിയാണ് പരാതിക്കാരിയായ ലിഷാലിനി കനാരൻ. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടി ആരോപണം ഉന്നയിച്ചു. തനിക്കെതിരെ നടന്ന അതിക്രമത്തെക്കുറിച്ച് പരസ്യപ്പെടുത്തരുതെന്ന് ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടതായും അവർ കൂട്ടിച്ചേർത്തു.